ഗുഡ് ഈവനിങ്. ഒരുപാട് വൈകി, എല്ലാവരും ക്ഷീണിച്ച സമയമാണ്. എനിക്ക് കുറേ പറയാനുണ്ട്. ഇന്നിവിടെ കണ്ടത്, ഞാൻ 2020 മാർച്ചിൽ നമ്മുടെ കൊറോണേൻ്റെ ആ ഒരു മുഹൂർത്ത സമയത്താണ് ഞാൻ മാറൂഫിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ മാറൂഫിനെ ഓൺലൈനിൽ ചെറിയൊരു നമ്മളൊരു ഡെയിലി നമ്മൾ എല്ലാവരും പരസ്പരം ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആ വ്യക്തിപരമായിട്ട് പരിചയമില്ല. അപ്പം പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള കാരണം ഞാൻ വളരെ ആഗ്രഹിക്കുന്നു, ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. സൈക്കോളജിയാണ് എൻ്റെ മേഖല. അപ്പം ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ പുസ്തകം വായിച്ച ഒരാളെ സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടത് മാറൂഫിൽ കൂടിയായിരുന്നു. അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു ഡോക്ടർ ഷോൺ എക്കോർ, നമ്മുടെ ഹാർവാർഡിലെ പോസിറ്റീവ് സൈക്കോളജീൻ്റെ ഇപ്പോഴത്തെ ഒരു ആശാൻ. 2008 ലോകത്ത് ഒരുപാട് കമ്പനികൾ പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ അതിനെയൊക്കെ ഇന്ന് നമ്മൾ പേര് കേൾക്കുന്ന മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ലോകത്തെ ഫോർച്യൂൺ 100 ഏറ്റവും ടോപ്പ് ലെയറിൽ നിൽക്കുന്ന എല്ലാ കമ്പനികളുടെയും ടോപ്പ് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്ത സൈക്കോളജിസ്റ്റാണ് ഡോക്ടർ ഷോൺ എക്കോർ. അദ്ദേഹത്തിൻ്റെ ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന പുസ്തകം വായിച്ച ഒരാളെ കൂടെ സംസാരിക്കാൻ കിട്ടിയൊരു സന്തോഷം, അത് പിന്നീട് ഞങ്ങൾ ഒന്നിച്ച് ഒരു ബിസിനസ് യാത്രയിലേക്ക് വളർന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു അത് ഞങ്ങൾ ഒന്നിച്ചുള്ളൊരു ജീവിതയാത്രയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ മാറൂഫ് 2.0 ആണ്. കാരണം ഇത്രയും സമയത്ത് ഈ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് മാറൂഫിൻ്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞ ഒരാൾ, അതിൻ്റെ എല്ലാ ചിന്തകളിലും നമ്മൾ ഒരു തോട്ട് പാർട്ട്ണർഷിപ്പും കൂടിയുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ തീർത്തും വ്യത്യസ്തനായ, അപ്പം എനിക്കതിൽ പറയാനുള്ള ഒരു ഡോക്ടർ ഷോൺ എക്കോറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം അതിന് ശേഷം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ ഹാപ്പിനെസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ കോർപ്പറേറ്റ് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്ത അനുഭവം വെച്ചുകൊണ്ട് എഴുതിയാണ്. അതിന് ശേഷം അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ദ ബിഗ് പൊട്ടൻഷ്യൽ എന്നാണ്. ദ ബിഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ ഒരു ആദ്യത്തെ ജീവിതത്തിൻ്റെ ഒരു 10-24 വർഷം, ഇപ്പോൾ എൻ്റെ മോള് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണ്. അപ്പം അവൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇനിയും അടുത്ത ഒരു 5 വർഷത്തോളം അവൾ പഠിക്കും. അപ്പോൾ നമ്മളൊരു 22 വയസ്സ് വരെയൊക്കെ നമ്മൾ പരസ്പരം കോമ്പീറ്റ് ചെയ്യാനും ഡിസ്പ്രൂവ് ചെയ്യാനും ഔട്ട്ഗ്രോ ചെയ്യാനും ഒക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ലോകത്തെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങുമല്ലോ. അത് ജോലി ആയിക്കോട്ടെ, ഓൺട്രപ്രണർഷിപ്പ് ആയിക്കോട്ടെ, ഈവൺ ഒരു സോഷ്യൽ വെഞ്ചർ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു കാര്യവും നമുക്ക് ഒരാളായി നിന്നുകൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത ഈ 22 കൊല്ലം കൊണ്ട് ഞാൻ ആർജിച്ചെടുത്ത കഴിവുകൾ വെച്ചുകൊണ്ട് എനിക്കൊരു കാര്യവും ജീവിതത്തിൽ നേടാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ തിരിച്ചറിവിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുക. അപ്പം അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ കൂട്ടായി നിന്നുകൊണ്ട് അവിടെയാണ് ഇതുവരെ നിങ്ങൾ ടാപ്പ് ചെയ്തിട്ടുള്ള സ്മോൾ പൊട്ടൻഷ്യലാണ്. നമുക്ക് തന്ന ആ ഹയർ ഫാക്കൽറ്റിയുടെ സ്മോൾ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നിങ്ങൾ ടാപ്പ് ചെയ്യാൻ പോകുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ബിഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്. അപ്പം അവിടെ നമ്മൾ ഈ ഗ്രൂപ്പ് കോച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ യാത്ര ഒന്നിച്ച് ചെയ്യുമ്പോൾ എനിക്കറിയാം ഞാൻ ഏതൊക്കെ സമയങ്ങളിൽ മാറൂഫിനെ വിളിക്കുന്നു. ചില സമയത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ടൊരു സാധനം നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും, ഇതെന്നെ വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മാറൂഫായി ഇത് വാങ്ങിക്കാൻ പറ്റുമോ, മാറൂഫായിക്ക് ആ ലേബിളൊന്ന് വായിച്ചു നോക്കൂ. അതുമുതൽ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നിടത്ത് വരെ ഞാൻ വിളിക്കുന്നു. അപ്പം അങ്ങനെ ഒരാൾ നമ്മളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ, ഒരാൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരസ്പരം ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ, അങ്ങനെ നമ്മൾക്കൊരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അതാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മക്ക് കാണുന്ന ഒരു സൗഭാഗ്യം. ഇന്ന് രാവിലെ വരുമ്പോൾ മാറൂഫിനോട് ഞാൻ പറഞ്ഞത് കുട്ടികൾ സൂപ്പറാണ് എന്നാണ്. എനിക്ക് കുട്ടികളെന്ന് വിളിക്കാം, കാരണം എനിക്ക് 50 വയസ്സായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അവർ വന്നു ഞാൻ ഞെട്ടിപ്പോയി. യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു എന്താണ് പറയുക, ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ നമ്മൾ പോയിട്ടുണ്ട്. അതിനേക്കാളും അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് വെച്ചിട്ട് അതിൻ്റെ എല്ലാ മെറ്റീരിയലും എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് നെഞ്ചേറ്റ് അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സൗഭാഗ്യമാണ്. അപ്പം ഇന്ന് എനിക്ക് തോന്നുന്ന ഈ കൂട്ടത്തിൽ ഇരുന്നതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഞാനാണ്. താങ്ക് യു വെരി മച്ച്. ഈ യാത്രയിൽ എപ്പോഴും കൂടെ ഉണ്ടാവും. താങ്ക് യു.